ദൈവസന്നിധിയിലടയ്ക്കാം. ഈ രാത്രി പ്രാർത്ഥനാധുനി UAE ചാപ്റ്ററിൻ്റെ 2025 പ്രാരംഭ മീറ്റിങ്ങിൽ നമുക്കൊരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. 2024 നാം അനുഭവിച്ച ദൈവത്തിൻ്റെ കൃപ, 2024 നാം തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യമൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമ്മൾ 2025 പ്രവേശിച്ചല്ലോ. ഈ വർഷകാലവും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഓടുവാനും അധ്വാനിപ്പാനും, അപ്പോൾ തന്നെ പ്രാർത്ഥനാധുനിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുവാനും പ്രാർത്ഥനയിൽ കൈത്താങ്ങുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എഴുന്നേൽപ്പിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലും ക്രിസ്തുവേശുവിൽ നമ്മെ ജയോത്സവമായി നടത്തിയ, ഇതുവരെ നമ്മെ കൊണ്ടുവന്ന എല്ലാ ദൈവത്തിൻ്റെ കരുതലിനായും നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, ഈ 2025 പ്രാരംഭ മാസത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാധുനി UAE ചാപ്റ്ററിൻ്റെ മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞൊരു വർഷം മുഴുവൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാത്തു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നൽകി, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ഈ മരുഭൂമിയിൽ ഞങ്ങളെ നിർത്തിയ ദൈവത്തിൻ്റെ വലിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിപാലിച്ചല്ലോ. ആവശ്യമാർന്ന എല്ലാ നന്മകളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2025 പ്രാരംഭ മാസത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന പ്രാർത്ഥനാധുനിയുടെ പ്രാർത്ഥനാ സംഗമമായി ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങളെ രാത്രി നല്ല പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവെ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ദൈവവചനം ഇന്ന് രാത്രി വിളമ്പിത്തരുവാൻ ഞങ്ങളുടെ അഭിഷേകത്തിനെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നല്ല പാട്ടുകളെ പാടാൻ സഹായിക്കണമേ. വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ നാമത്തിനും മഹത്വത്തിനും കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആഗ്രഹിച്ചിട്ടും ഇതിൽ ജോയിൻ ചെയ്യുവാൻ കഴിയാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല നിലയിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ രാത്രിത്തെ ഞങ്ങളുടെ കൂടിവരവ് കൂട്ടായ്മ ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരേണ്ടത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2025 പ്രാരംഭ മാസത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആദ്യമായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു 2 ആഴ്ച കഴിഞ്ഞെങ്കിലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. കർത്താവ് ഈ 2025 നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിപ്പാൻ ഈ 2025 കർത്താവ് നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, അതിനൊന്ന് നിന്നു കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഈ രാത്രി വളരെ ശക്തമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഇന്ന് രാത്രി അടുത്തു വരുമ്പോൾ അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദേശത്തിന് ഒരു വിടുതലായി തീരട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയോട് അടുത്ത് വരാം. പ്രാരംഭത്തിൽ നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിനായുള്ള സമയത്ത് വേർതിരിക്കുന്നു. നമ്മുടെ പ്രിയ ജോബിൻ ബ്രദർ പ്രൈസ് ആൻഡ് വർഷിപ്പിൽ നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവരോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ സാഹചര്യങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ, ദൈവനെ ചിന്തിപ്പാൻ എല്ലാം ദൈവം ഒരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കാലാവസ്ഥയുടെയൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും അവയുടെ മധ്യത്തിലും ഇത്രത്തോളം ബലത്തോടെ ആരോഗ്യത്തോടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന കർത്താവിന് കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കാം. നാം ചില നിമിഷങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നാം പാടുന്ന ഗാനങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളെ അറിഞ്ഞു അതിൻ്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ നാം പലപ്പോഴും നോക്കുമ്പോൾ ആശ്വാസത്തിന് വകയില്ലാതിരിക്കുമ്പോൾ
നമുക്ക് ആശ്വസിപ്പാൻ കഴിയുന്ന അത് ഒരിടമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ അടുക്കൽ മാത്രമാണ്. ആശ്വാസദായകനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കുമ്പോൾ നമ്മുടെ മുഴുവലവും കർത്താവിന് കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് നാം ഇവിടെ പല ഇടങ്ങളിലായിരിക്കുന്നുവെങ്കിലും നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. കർത്താവിൻ്റെ നാമത്തിന് തുല്യം നിൽക്കുന്ന മറ്റൊരു നാമവുമില്ല. ഈ ലോകത്തിൽ നാം നോക്കിക്കളഞ്ഞാൽ അനേക പ്രസിദ്ധന്മാരുണ്ടെങ്കിലും മരണം കൊണ്ട് അവരുടെ ജീവിതമെല്ലാം അവസാനിക്കുമ്പോൾ മരണത്തെ ജയിച്ച ഒരുവൻ അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ കർത്താവിനെ ആരാധിപ്പാൻ ഒരവസരം കൂടെ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകി തന്നെങ്കിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിപ്പാൻ ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആരാധനയും നായകനെ അങ്ങ് ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധനയിൻ ഹല്ലേലൂയാ 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ.
വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. സൗഖ്യവും നീയേ, ഓഹരി നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. സൗഖ്യവും നീയേ, ഓഹരി നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അൽഫയും നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഈ നല്ലവനായ കർത്താവിനെ ഒരിക്കൽ കൂടി ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തെ ഓർത്ത് കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നാം ഒരുമിച്ച് ഒരു ഗാനം കൂടി പാടുമ്പോൾ നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ വായ്കളെ തുറന്ന് നമുക്ക് ബലം നൽകിയ, നമുക്ക് ആരോഗ്യം നൽകിയ നമ്മുടെ നല്ല ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഇടയാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ നാളുകളിൽ നാം ദൈവത്തിൽ പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ ഹിതം എന്തോ, എന്നെക്കുറിച്ച് എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത്, ആ ഇഷ്ടം മാത്രം, അങ്ങയുടെ മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നമ്മുടെ ജീവിതമായാലും നമ്മുടെ തലമുറകളായാലും നമ്മുടെ സഹോദരങ്ങളായാലും നമുക്ക് ദൈവത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ആരുടെയും ഇഷ്ടമല്ല, ഞങ്ങളുടെ ആരുടെയും ചിന്തകളല്ല,
പലപ്പോഴും നാം തിരഞ്ഞെടുക്കുന്ന വഴികളും നമ്മുടെ ഇഷ്ടങ്ങളുമൊക്കെ പലപ്പോഴും വിഫലമായി തീരുമ്പോൾ നമ്മെക്കുറിച്ച് നല്ലൊരു പ്ലാൻ ഓൾറെഡി ഒരുക്കി വെച്ചിരിക്കുന്ന നല്ലൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണമേ. നിൻ ഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്ന് ഞാൻ വരുന്നേ നിൻ്റെ ഹിതം ചെയ്യുവാൻ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ ആരാധിപ്പാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാ, ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം നിൻഹിതമാണെന്നു ഞാനറിയുന്നു, നിൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ, ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ
നിന്നിഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ, പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ കുറിച്ചു നിത്യം ജീവിച്ചിരുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ കുറിച്ചു നിത്യം ജീവിച്ചിരുന്നു. എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്ന തൻ്റെ ആഹാരം, വേല തികയ്ക്കുന്ന തൻ്റെ ആഹാരം. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എൻ്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ കാതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ കാതനിഷ്ടമെങ്കിൽ തൻഹിതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ, തൻഹിതമെന്നിൽ സമ്പൂർണ്ണമാകട്ടെ. എൻ്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ. ഹല്ലേലൂയ ആമേൻ ആമേൻ. ഭൂരി ബാലകരന്തര ദീപഭക്ഷന്തര ചുടകലരിപ്പബലം അർച്ചേരകരന്തര ദീപക്ഷൈഡേരികലകരന്തര ദീപാനന്ദേ. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഗ്ലോറി ഹല്ലേലൂയ. ശ്രീമേരന്തേ ദീപക്ഷന്തര ചുടകലരിപ്പബല അന്തര ദിഗലക ശ്രീമാനന്ദേരിവ ഷൈഡകരന്തര ചൂടകരന്തേരിവബല. ഹല്ലേലൂയ ആമേൻ. ഗ്ലോറി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ നാം പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്, ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു? എന്നാൽ നാം പാടിയതുപോലെ എൻ്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതിനാൽ എന്നെ തകർത്തിടാനാണ് കർത്താവിൻ്റെ ഇഷ്ടമെങ്കിൽ കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി നമുക്ക് ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ രാത്രിയിൽ നമ്മൾ തുറന്ന് പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ദയവായി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുഖം കണ്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ.
അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ സാവകാശമുള്ള പ്രിയപ്പെട്ടവർ ദയവായി വീഡിയോ ഓൺ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രി മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് CK എബ്രഹാമാണ്. ദേവദാസൻ പറയുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ വിഷയമായി അത് ഏറ്റെടുത്ത് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിന്റെ അഭിഷിക്ത ദേവദാസന്മാർ, പുറപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാരെ എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നു. പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ തന്നെ മനോഹരമായ ദിവസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 142 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ യഹോവയുടെ ഉറക്കെ നിലവിളിച്ചു, ഞാൻ ഉച്ചത്തിൽ യഹോവയോടെ യാചിക്കുന്നു. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എന്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ നിലവിളിക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. കഷ്ടത വന്നാലും പ്രയാസം വന്നാലും സങ്കടം വന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് പരിപൂർണമായ വിടുതൽ നമുക്ക് ഉണ്ടെന്നുള്ളത് ഈ നാളുകൾ നമ്മൾ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, പ്രാർത്ഥന UAE ചാപ്റ്റർ പ്രയർ കോർഡിനേറ്റർ യുനി സിസ്റ്റർ ശാരീരിക അസ്വസ്ഥതയാൽ ഷാർജ NMC റോയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അടുത്ത് പ്രാർത്ഥിക്കാം. കുറച്ചു നാളായി നാം പ്രാർത്ഥിച്ചു ടീന ജോണിന്റെ കിഡ്നി മാറ്റിയിരിക്കുന്നു എങ്കിലും ഷുഗറിന്റെയും അളവ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബ്ലീഡിങ് ഉള്ളത് ബയോപ്സിക്ക് അയച്ചിരിക്കുന്നു. റിസൾട്ട് വരുവാനും പ്രിയ സഹോദരിയുടെ പ്രാർത്ഥിക്കാം. പ്രിയ പ്രാർത്ഥന. പരിശുദ്ധ പിതാവെ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മീറ്റിംഗ് ആയി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അങ്ങയുടെ പുനഃനാമത്തെ ഉയർത്തുവാൻ തന്ന കൃപകൾക്കായ സ്തോത്രം കർത്താവെ. നടത്തിയ വിധങ്ങൾക്കായ സ്തോത്രം, കരുതലിനായ സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഈ സമയത്ത് കർത്താവെ ഞങ്ങൾ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശരീരത്തിൽ അല്പമല്ലാത്ത വേദനയാൽ കർത്താവെ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന കർത്താവെ, ഈ രാത്രി തന്നെ കർത്താവെ അങ്ങയുടെ ആണിപ്പഴുത കഴം തൊട്ട് കർത്താവെ പൂർണ്ണമായ വിടുതൽ കൊടുക്കുമാറാകണമേ. ദൈവമേനെ ഞങ്ങൾ കാണുമ്പോൾ കർത്താവെ പൂർണ്ണ ആരോഗ്യമുള്ളവളായിരിക്കുവാൻ സഹായിക്കുമാറാകണമേ കർത്താവെ. ദൈവമേ ഈ വിഷയത്തിൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമേ കർത്താവെ. ആശുപത്രി മുറിയിൽ അങ്ങയുടെ കരം പ്രവർത്തിക്കുമാറാകണമേ. പ്രത്യേകിച്ച് കർത്താവെ കിഡ്നി മാറ്റിവെച്ച സഹോദരികൾക്ക് പ്രാർത്ഥന കർത്താവെ കൃപ കൂടി ഇരിക്കുമാറാകണമേ. ഏതവസ്ഥയിലായിരിക്കും കർത്താവെ ദൈവത്തിൽ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കണമേ. രാത്രികാലം കർത്താവെ അനേക വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മഴ അയച്ചു കർത്താവെ അതിൽ മറുപടി തീർക്കുമാറാകണമേ കർത്താവെ. ദൈവമേ ജോയിൻ ചെയ്തേക്കുന്ന ഏവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ UAE ചാപ്റ്ററിന്റെ ഓരോ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയുടെ ഓരോ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ഈ വിഷയങ്ങളിലൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അനേകർ ഇടിവിൽ നിൽക്കുന്ന ഉണ്ടല്ലോ കർത്താവെ. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദിവസങ്ങളിൽ വിഷയങ്ങൾ മറുപടി കണ്ട് കർത്താവെ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കും. ഇപ്പൊ സമയം കൂടെ പ്രാർത്ഥനയിലേക്കുവാൻ സഹായിക്കും. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കുക. അടുത്ത പ്രാർത്ഥന, നിമോണിയ ബാധിച്ച് ബുധനാഴ്ച ദിവസത്തിൽ ചേർക്കപ്പെട്ട സിസ്റ്റർ വിനയുടെ 2 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ വിഷയം UAE പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂട്ടായ്മയ്ക്ക് എതിരായി ഒരു നിയമവും ഉണ്ടാകാതിരിക്കാൻ എല്ലാ കൂട്ടായ്മകളും എല്ലാ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. 7 എമിറേറ്റ്സിൽ നടക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കായി ദേവദാസന്മാരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥന പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ UAE ചാപ്റ്ററിന്റെ കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥന സംഘമായി ഞങ്ങൾക്ക് ഈ വർഷത്തിലെ ഈ ആരംഭ മാസത്തിൽ തന്നെ ഒന്നിച്ചു കൂടുവാൻ തക്കോണ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അപ്പോൾ അതിൻ്റെ മക്കളാവുന്ന ഞങ്ങളെ കർത്താവ് ചാപ്റ്ററിനെ ഇതുവരെയും കർത്താവ് സൂക്ഷിക്കുകയും
പരിപാലിക്കുകയും ചെയ്ത് ഓർത്ത് ദൈവത്തിൻ്റെ കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ ദാസന്മാരെല്ലാം ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രത്യേക കർത്താവെ ഹല്ലേലൂയ, ഇവിടെ പറയപ്പെട്ട കർത്താവെ ഹല്ലേലൂയ നിമോണിയ ബാധിച്ച് ആമൻ കർത്താവെ ഹോസ്പിറ്റലായിരിക്കുന്ന പൈതലിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, പൂർണ്ണമാവുന്ന വിടുതൽ കർത്താവ് കൽപ്പിക്കണമേ. കർത്താവെ പത്രോസിന്റെ ഹല്ലേലൂയ അമ്മായിയമ്മയ്ക്ക് കർത്താവെ ആമേ രോഗം കടന്നു വന്നപ്പോൾ കർത്താവ് കുനിഞ്ഞ് അവരുടെ കയ്യെ പിടിച്ച് ദൈവമേ സൗഖ്യമാക്കിയ ആ കർത്താവിന്റെ സ്നേഹം ഇന്നും പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന കർത്താവെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്ന് നടത്തുവാൻ ശക്തിയുള്ള കർത്താവ് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ അതേ ദൈവം ഇന്നും അദൃശ്യനായി ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമായി കൂടെയുള്ളത് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അവനെ വിഷയം പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവെ UAE വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. UAE എല്ലാ കർത്താവെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UAE താമസിച്ച് കർത്താവ് ഉചിതമായി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ടവർക്കൊന്നും യാതൊരു വിധമായ നിയമ തടസ്സങ്ങളൊന്നും വരാതെ വണ്ണം കർത്താവെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആമേൻ കർത്താവെ ദൈവത്തെ ആരാധിക്കുവാനും ജീവിക്കുവാനും കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല് ആമേൻ അല്ലെങ്കിൽ 7 എമിറേറ്റ്സിന്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരോടെല്ലാം കർത്താവ് ഇടപെടണമേ. കർത്താവെ ഹല്ലേലൂയ ആമേൻ മതസ്വാതന്ത്ര്യം കർത്താവ് കൊടുത്ത് ആ ദേശത്ത് ആമേൻ ഇതുവരെയും കർത്താവ് നടത്തിയ ദൈവം അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ നടത്തുകയും പ്രത്യേക ഭരണാധികാരികളെല്ലാം കർത്താവ് രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ കർത്താവെ, നീ അല്ലെങ്കിൽ മോശയും പ്രവാചകന്മാരെയും ഐക്യവാൻ തക്കൊണ്ട് ശക്തിയുള്ള ദൈവമായിരിക്കാൽ കർത്താവെ ആമേ UAE അധികാരികളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരും സ്വർഗരാജ്യത്തിൽ കാണപ്പെടണം കർത്താവെ. അനേക അല്ലെങ്കിൽ അറബികൾ ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നല്ലോ കർത്താവെ. UAE എല്ലാ ആമേൻ അല്ലെങ്കിൽ സ്വദേശികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ വലിയ സ്നേഹം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടല്ലോ അപ്പ, പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം കർത്താവ് സംസാരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിന് ദാസനായി സ്തോത്രം. എല്ലാ വിധത്തിലും ഞങ്ങൾ കർത്താവ് ഇന്ന് രാത്രികാലം ആമൻ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ സന്തോഷിക്കുവാൻ കർത്താവ് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവനാമ മഹത്വത്തിനായി ഒരുക്കും യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിക്കാം. അടുത്ത പ്രാർത്ഥനാ വിഷയം UAE ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മഭാരമുള്ള അനേക ദൈവമക്കൾ ഈ ദേശത്ത് എഴുന്നേൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് അനേകർ കടന്നു വന്നിട്ടുണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി. അവർ മടങ്ങിപ്പോകാതെ നന്മകൾ പ്രാപിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനായി പ്രാർത്ഥിക്കാം. ഇസ്രായേലിനായി പ്രത്യേകം പ്രാർത്ഥിക്കപ്പെട്ട എല്ലാ പ്രതികൂല മാറിപ്പോയി സമാധാനം പൂർണ്ണമാ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. സ്പീക്കർ ബ്രദർ കേട്ടില്ല, ആരാ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ? എഡ്വേർഡ് ബ്രദർ. ഓക്കെ. കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥനത്തിനായി വീട്ടിൽ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിനുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. UAE പട്ടണത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദിവസങ്ങൾ UAE പട്ടണത്തിനകത്ത് ഉണർവുണ്ടാകുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ പ്രതിസന്ധികൾക്കകത്തുനിന്ന് യാതൊരു വരാതെ ദൈവിക സ്ഥാനത്തിന്റെ അകത്ത് കർത്താവ് പട്ടണത്തെ ദൈവം കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മേഴ്സിന്റെ അകത്ത് ദൈവസ്ഥാനത്തെ ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ. അപ്പൊ ആരാധനയ്ക്കോ ദൈവജനത്തിന് വിരോധമായി യാതൊരു പ്രശ്നങ്ങളോ കർത്താവ് പ്രതികൂലങ്ങളോ നിയമക്കുരുക്കളോ ഉണ്ടാകാതെ ദൈവം എന്നെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പ്രാർത്ഥന സാന്നിധ്യം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കുന്നതിനായി പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. അടുത്ത കാലിഫോർണിയ അമേരിക്ക കടന്നൊഴിക്കുന്ന കാട്ടുതീയുടെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിടത്തും യാതൊരു തരത്തിലുള്ള പ്രകൃതി വേണ്ടി ദൈവിക എല്ലാവരുമായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം ഇന്ത്യക്കായിട്ട് പ്രാർത്ഥിക്കാം. ആ സംവിധാനം ആത്മീയ നിയന്ത്രണത്തിലാകുവാൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയില് ഇനിയും അധികമായി വളരുവാൻ, ജനങ്ങൾക്ക് ദേവദാസന്മാർക്ക് വേണ്ട സംരക്ഷണങ്ങൾ ലഭിക്കാൻ, എല്ലാ നന്മകളും ലഭിക്കാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ബെന്നി ബ്രദർ പ്രാർത്ഥിച്ചിട്ട്. ബെന്നി. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിലേക്ക് വീണ്ടും കടന്നു വരികയും കർത്താവേ ഹല്ലേലൂയ പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഞങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകമായി ഞങ്ങൾ അമേരിക്കയുടെ ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഗ്നിയാൽ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഹല്ലേലൂയ കർത്താവെ ആ ദേശത്ത് നിന്ന് മാറി സമാധാനത്തെ അവിടെ നൽകണമേ. നിന്റെ രാജ്യമായി വീണ്ടും ആ ഹല്ലേലൂയ രാജ്യത്തെ എടുത്തുപയോഗിക്കുന്നതിനായി അനേകർക്ക് ആശ്വാസമാകുന്ന രാജ്യമായി, അനേകർക്ക് സുവിശേഷം അറിയിക്കുന്ന രാജ്യമായി, അനേക പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടതായി വീണ്ടും ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ഇന്ത്യക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ നിന്നും വിടുവിക്കണമേ. ഭരണാധികാരികളെ ഞങ്ങൾ ജനത്തോട് ഹല്ലേലൂയ കർത്താവെ ജാതിമായി അല്ലെങ്കിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കേണ്ടതിനായി, ഭരണഘടനയ്ക്ക് അനുസരണമായി പ്രവർത്തിക്കേണ്ടതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് വലിയൊരു ഉണർവുണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോകരാജ്യങ്ങളിൽ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, നടക്കുന്ന യുദ്ധലാക്കുന്നതിനായി ഞങ്ങൾ സമാധാനം Praise the Lord. ബെന്നി ബ്രദറിന്റെ കണക്ഷൻ പോയി തോന്നുന്നു. അടുത്ത പ്രാർത്ഥന വിഷയം പറഞ്ഞു. അടുത്ത പ്രാർത്ഥന വിഷയം ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇവിടെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊന്നും ലോകത്തിന്റെ ദൈവകൃപയിൽ വളരുവാനും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നേർവഴി നടത്തുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ആരാധനയ്ക്കായി സൂക്ഷിക്കുന്ന കർത്താവിന്റെ വിഷയത്തിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് അലക്സ് ബ്രദർ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗസ്ഥനായ നല്ല പിതാവേ, പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉന്നെയും കർത്താവതയും ഒരിക്കൽ കൂടി കർത്താവെ പ്രാർത്ഥനാഥയുടെ നേതൃത്വത്തിൽ കർത്താവെ പ്രാർത്ഥനാ സംഘവുമായി പ്ലാറ്റ്ഫോം ഇടങ്ങളിൽ കൂടി വരുവാൻ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അനേക വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തെ ഓർത്തുകൊണ്ട് പിന്നെയും അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകാൽ ഇവിടെ സമർപ്പിക്കപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വളർന്നു വരുന്ന കർത്താവതിയുമേ ഒരു കൂട്ടം തലമുറ അടിയങ്ങളുടെ മുന്നിലുണ്ടല്ലോ കർത്താവെ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന കുഞ്ഞുങ്ങൾ വരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല വിദ്യാഭ്യാസമുള്ള കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അപ്പാട്ടെന്തിലും പ്ലസ് ടുവിലുമായി ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. നല്ല ബുദ്ധിയും നല്ല പരിജ്ഞാനവും അവർക്ക് നൽകി കർത്താവ് ഉന്നത വിജയങ്ങൾ നേടുവാൻ, ഹയർ സ്റ്റഡീസിന് യോഗ്യമാകുമെന്നും കർത്താവ് ദൈവമേ നല്ല റിസൾട്ട് അവർക്ക് ലഭിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രത്യേകമായ ദൈവിക പരിജ്ഞാനത്താലും കൃപയാലും കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, കുഞ്ഞുങ്ങൾ കർത്താവ് പാപത്തിന്റെ ലോകത്തിൽ വീണു പോകാതെ, ലോകത്തിന്റെ ഇൻമങ്ങളിലും മോഹങ്ങളിലും വീണു പോകാതെ കർത്താവെ, അവർ അറിയുന്ന കേൾക്കുന്ന തിരുവചനങ്ങളെ കർത്താവ് ദൈവമേ അടിയുറച്ച് വിശ്വസിക്കുവാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ കർത്താവെ, അതിൽ ഉറപ്പുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കുഞ്ഞുങ്ങളെ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്തനെ. അതോടെ കർത്താവ് ദൈവമേ അങ്ങനെ നല്ലൊരു തലമുറ അടുത്ത നാളുകൾ വളർന്നു വരുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതുപോലെ കർത്താവെ, തുറന്ന് കർത്താവ് ദൈവമേ നടക്കുന്ന തിരുവചന സംസാരത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അതിന് കർത്താവ് ദൈവമേ ക്ഷണിക്കപ്പെട്ടിരുന്ന കർത്തദാസനെ കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂടിയിരിക്കുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടതായ ആത്മീയാലോചനകളെ വചനത്തിൽ നിന്നും വിളമ്പുവാൻ കർത്തദാസനെ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ അത് വേണ്ടതൊക്കെയും കർത്താവതിയും എടുത്തുകൊണ്ട് കർത്താവതിയും അതിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ അടിയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിയങ്ങളെ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളുടെ മധ്യയും അങ്ങയുടെ ദൈവകൃപയും ദൈവസാന്നിധ്യം കൂടെ ഇരുന്ന അങ്ങ് അവിടുന്ന് മറുപടി തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അടിയനെ മുറ്റുമായി താഴ്ത്തി സമർപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ഇടം കൊണ്ടുണ്ട് റിവേഴ്സില് ഞങ്ങളുടെ സഭയിലായിരിക്കുന്ന ദാനിയേലച്ചാന്റെ മോള് ഫുഡ് പോയിസൺ ആയിട്ട് അധികമായിട്ട് അസ്വസ്ഥതയിലായിരിക്കുന്ന പ്രിയ പൈതലിനെ ഓർത്തുകൊണ്ട് നോയൽ മാഡം പ്രാർത്ഥിച്ചാണ്. Hallelujah, hallelujah, praise the Lord. Father, we come before you with our whole heart and soul and mind, Lord Father.
Thank you, Lord, for a blessed moment that you have given together to praise your mighty name, God. We come before you, God. Especially I pray for the daughter, God, as she is undergoing with the food poisoning, God. Father, Lord, do miracle, Lord, Father. You're the God of healer. You're the God of provider, God. We pray, Lord, Father, the child, whatever the situation throughout the body she's going through, God, Lord, Father, pour up your power from the head to the toe, God, and heal her completely, God, Father. Do miracle, Lord, Father. Let she have a great testimony, God, that your Lord has healed the Lord, Father. You help the child, God, Father. And Lord, Father, all those who are being worried about, God, you pour up the peace to them, God, Father. Thank you, Lord, that you are going to deliver, God. Thank you, Father, for your great miracle that you're going to happen, God. And bless those, everyone, God, who come together here, Lord, and be filled with the blessings of your words and with your praisings, God. In Jesus Christ's name, we conclude the prayer. Amen. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രയും വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങൾ. തുടർന്നും ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എല്ലാവരും കർത്താവ് ബലപ്പെടുത്തിയിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ഇരിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന് മഹത്വം. നമ്മൾ ഇത്രയും നേരം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായല്ലോ. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ അറിയിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പ്രാർത്ഥിച്ചത് പോരാ, നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം അപ്പോൾ തന്നെ നമുക്കറിയാവുന്ന വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ വചനത്തിൽ കാണുന്നുണ്ട്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ മതിൽ കെട്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ഒരുവനെ അന്വേഷിക്കുന്നു എന്നൊരു വാക്യം എഹെസ്കേൽ പ്രവചനത്തിലുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ആ ഒരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. കാരണം വിഷയങ്ങൾക്ക് വേണ്ടി, ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ തുടരാം. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെയും കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തുടർന്ന് വചനം കേൾക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ഒരു പാട്ടിൽ ചില വരികൾ പ്രിയ ജോബിൻ ബ്രദർ ആലപിക്കും. അതിനുശേഷം നാം ദൈവവചനം കേൾക്കും. അതിനായി പ്രിയ ജോബിൻ ബ്രദറിനെ ക്ഷണിക്കും. പ്രൈസ് ലോർഡ്. നമുക്ക് ഇത്രത്തോളം സമയം കർത്താവിന് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് ആ ദൈവവചനം കേൾക്കേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. ഉന്നതി വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരിക്കൽ കൂടി ഓർക്കാം. ഇത്ര വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ നമ്മുടെ യോഗ്യതയോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കമൊന്നുമല്ല, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സ്നേഹമൊന്നു മാത്രം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് സമർപ്പണത്തോടെ നമുക്ക് കർത്താവിൻ്റെ പാടാം. യേശുവേ രക്ഷാദായക, നിൻ്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമായി വല്ലഭ ഏകോരക്ഷേ. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എൻ്റെ പാപഭാരവുമാ വല്ലഭ ഏകോരക്ഷേ. എൻ്റെ പാപഭാരവുമാ വല്ലഭ ഏകോരക്ഷേ.
വഹിച്ചു സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹി ദേഹത്തെയും സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹി ദേഹത്തെയും തരുന്നോ നിൻ കൈകളിൽ തീർക്കയൻ നിന്റെ ഹിതം പോ തരുന്നോ നിൻ കൈകളിൽ തീർക്കയൻ നിന്റെ ഹിതം പോ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എൻ്റെ പാപ ഭാരവുമാ വല്ലഭയെ എൻ്റെ പാപ ഭാരവുമാ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എൻ്റെ പാപ ഭാരവുമാ വല്ലഭ എൻ്റെ പാപ ഭാരവുമാ വല്ലഭ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, ഇത്രത്തോളം സമയം കഥാംശങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങൾ പാടിയതുപോലെ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങൾ ദൈവം സഹായിക്കുമാറാകണമേ. അങ്ങയുടെ ഹിതപ്രകാരം ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന വായന ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചപ്പോഴേക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു ജോബിൻ ബ്രദറെ. വളരെ മനോഹരമായി പാട്ടുകളെ പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് പിന്നെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഒരുമിച്ച് അധ്വാനിപ്പാൻ അനേകർക്ക് ഹൃദയങ്ങളിൽ ആശ്വാസം പകരത്തക്ക നിലകളിൽ നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പിന്നെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ. തുടർന്ന് നാം അല്പസമയം ദൈവവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സണ്ണി പി ശാമുവേൽ റാസൽ കൈമേൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനാതുരുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് പറഞ്ഞ നാൾ മുതൽ വളരെ ആത്മാർത്ഥമായി നമ്മോടൊപ്പം സഹകരിക്കുന്ന ദേവദാസനാണ്. അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് അധ്യാപകൻ കൂടെയാണെന്നാണ് എൻ്റെ അറിവ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. നമ്മുടെ ഹൃദയത്തോട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഇടപെടട്ടെ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്
വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ കുത്തലുണ്ടായി എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളത്തോട് വാദിച്ചു കൊണ്ടിരിക്കട്ടെ, സംവദിച്ചു കൊണ്ടിരിക്കട്ടെ. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ തിരുവചനത്തിൽ നമ്മോട് ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ സാജൻ ബ്രദർ, അലക്സ് ബ്രദർ, മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ ജോയിൻ ബ്രദർ, ജോയിൻ ചെയ്തിരുന്ന മറ്റെല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം. പ്രത്യേകിച്ച് ചില നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ പ്രിയ സ്റ്റാർ ബ്രദറോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തന്നു. അദ്ദേഹം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിലെ ദീർഘവർഷങ്ങൾ ഇവിടുത്തെ അംഗമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പാസ്റ്റർ ആയിരിക്കാനുള്ള അവസരം ദൈവം ഞങ്ങൾക്കും നൽകി തന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ മുൻപിലുള്ള പരിമിതമായ സമയം കൊണ്ട് നമ്മൾ അല്പസമയം ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള ഒരുക്കത്തോടെയാണല്ലോ ആയിരിക്കുന്നത്. ഞാനും ചില ദിവസങ്ങളായിട്ട് തൊണ്ടയ്ക്ക് അല്പം പ്രയാസമായിട്ട് ഭാരപ്പെടുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 20 വർഷമായി, അന്ന് എൻ്റെ വോക്കൽ കോഡില് കഫം അടിഞ്ഞിട്ട് ശബ്ദം എടുക്കാൻ വയ്യാതെ കിടപ്പിലായ ഒരു സമയമുണ്ട്. ആ 20 വർഷം മുൻപ് മുതലേ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, പ്രസംഗിക്കരുത്, പഠിപ്പിക്കരുത്, ശ്വാസം എടുക്കുന്ന ജോലി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വർഷം 20 കഴിഞ്ഞ് 21ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ കർത്താവ് ഇത്രത്തോളം നിലനിർത്തി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പ്രിയ ഹെർബർട്ട് ബ്രദറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടയിൽ നല്ല കഴിവുള്ള സഹോദരങ്ങളുണ്ട്, അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ ഓർപ്പിച്ചു. അങ്ങനെയല്ല, കർത്താവിന്റെ ദാസനാണ് ഈ പ്രാവശ്യം എല്ലാവരുടെയും തീരുമാനം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീർന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിയ സാജൻ ബ്രദറിന്റെ മെസ്സേജ് കേട്ടു. എന്നാൽ അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മക്കള് പാടിയ പാട്ട് കേൾക്കുവാൻ നമ്മൾ ഇടയാക്കി. വലിയൊരു സന്തോഷമായിട്ട് ഞാൻ എടുക്കുന്നു. അത് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ അറിയിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിലെ മക്കൾ പങ്കാളികളാകുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം. കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് പാടാനുള്ള കഴിവില്ല, പാടാൻ പറ്റിയ ശബ്ദവുമല്ല. അപ്പൊ അതുകൊണ്ട് പാടുന്നവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കുന്നതും ആസ്വദിക്കുന്നതും ഇഷ്ടമാണ്, പക്ഷെ പാടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വലിയ പരാജയം എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം ശുശ്രൂഷിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ 2-3 കാര്യങ്ങൾ ചിന്തിച്ചു. എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിച്ച ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം. നാം ഈ നാളുകളില് ധാരാളമായിട്ട് ദൈവവചനം കേൾക്കുന്ന ഒരു സമയത്താണ് വന്നെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ടും വാട്സപ്പ്, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയാസ് വളരെ സജീവമായതുകൊണ്ടും നമ്മൾ ധാരാളം മെസ്സേജുകൾ ഈ നാളുകളിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഷോർട്ടേജ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഷോർട്ടേജ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല്, കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളുടെ എണ്ണം കുറയുകയാണ്. അതുകൂടാതെ ജീവിത വിശുദ്ധിയും വിശ്വസ്തതയും ദൈവിക ധാർമ്മികതയും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങള് വളരെ കുറവായിട്ടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കുവാൻ നമ്മൾ ഇടയായി തീർന്നത്. നമ്മുടെ ഡീവിയേഷൻ മറ്റു വിഷയങ്ങളിലേക്ക് ആയിപ്പോയോ എന്ന് നമ്മൾ സന്ദേഹിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയില് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഞാൻ ഒന്നിച്ച്
ക്ലബ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശുദ്ധി എന്നുള്ള വിഷയമാണ്. രണ്ട്, കൂട്ടായ്മ എന്നുള്ള വിഷയമാണ്. ആ കൂട്ടായ്മ എന്നുള്ളത് എന്റെ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ എടുക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങളുണ്ട്. ഈ 3 ലേഖനങ്ങളുടെയും ആകെ തുക എന്നുള്ളത് കൂട്ടായ്മയാണ്. ഒന്നാമത്തെ ലേഖനം എന്ന് പറയുന്നത്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, ഒന്ന് വന്നാൽ മതി എന്റെ കൂടെ. 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസിക്ക് കൂട്ടായ്മ ആരോടൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ഞാൻ വായിക്കുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുന്നതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഈ വാക്യം നമ്മൾ ശരിക്കും അപഗ്രഥിച്ച് പഠിക്കുമ്പോഴേ കൂട്ടായ്മ എന്നതിന് 2 തലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അത് ഹൊറിസോണ്ടലായിട്ടുള്ള തലമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമാണ്. അതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. അത് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. അപ്പൊ ദൈവവുമായിട്ടാണ് ഒരു വ്യക്തിക്ക് ആദ്യം കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. ദൈവവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്ന വ്യക്തി, അല്ലെങ്കിൽ കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽക്കുന്ന വ്യക്തി എന്ത് അറിയാമോ, തന്റെ സഹോദരന്മാരുമായിട്ടും കൂട്ടായ്മ ആചരിച്ചിരിക്കും. അതാണ് രണ്ടാമത് നമ്മൾ കാണുന്നത്. 3-ാമത്തെ വാക്യത്തിന്റെ ആദ്യമാണ് സഹോദരന്മാർ തമ്മിലുള്ള കൂട്ടായ്മയെ കുറിച്ച് പറയുന്നത്. രണ്ടാമതാണ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ കുറിച്ച് പറയുന്നത്. എന്നാൽ പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആദ്യം വരുന്നതുകൊണ്ടാണ് നമുക്ക് സഹോദരങ്ങളുമായിട്ടും സഹവിശ്വാസികളുമായിട്ടും വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ രണ്ടാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താ പറയുക, ഹൊറിസോണ്ടൽ ആണ്. അപ്പൊ കൂട്ടായ്മയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒരു വെർട്ടിക്കൽ തലവും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ തലങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മള് ഈ ഹൊറിസോണ്ടൽ എന്ന വിഷയവും വെർട്ടിക്കൽ എന്ന വിഷയവും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട്. കാരണം ഈ ഹൊറിസോണ്ടൽ എന്ന് നമ്മൾ പറയുമ്പോൾ, ഹൊറൈസൺ എന്ന് നമ്മൾ പറയുമ്പോഴേ, നമുക്ക് തോന്നലാണ് ഹൊറൈസൺ ഒരു അതിരാണ്. നമ്മൾ നടന്നു പോകുന്നതോറുണ്ട് നമ്മൾ ആയിരിക്കുന്ന മേഖലയുടെ അതിരാണ് നമ്മുടെ ഹൊറൈസൺ എന്ന് പറയുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹൊറൈസൺ മാറിക്കൊണ്ടേയിരിക്കുക. ദാറ്റ് മീൻസ് സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു അതിരില്ല, ഒരു വരമ്പില്ല. അതിനകത്ത് എന്താ പറയാ, നമ്മൾ സഞ്ചരിക്കും തോറും അത് വിശാലമായിക്കൊണ്ടിരിക്കും എന്നാണ് ഹൊറിസോണ്ടൽ ഫെലോഷിപ്പ് എന്നുള്ള ആ വാക്ക് നമ്മെ ഓർപ്പിക്കുന്നത്. ഇനിയും പിന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതിനും ഒരു അളവ് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. കാരണം സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം എന്നാ പറയുന്നത്. അപ്പം അത്രയും ഉയരങ്ങളിലേക്കാണ് നമ്മുടെ കൂട്ടായ്മ ബന്ധം നടന്നു പോകുവാൻ, അല്ല കയറി പോകുവാൻ്റെ ഗുണം ഇടയായിത്തീരുന്നത്. അങ്ങനെ യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കാം. ഇനിയും മെയിൻ ചിന്തയിലേക്ക് നാം വരുന്നതിന് മുൻപ് 2-ാമത്തെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ 2-ാമത്തെ ലേഖനം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മെ ഓർപ്പിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആത്മാക്കളുമായിട്ട് നമുക്ക് കൂട്ടായ്മയായിരുന്നത് എന്നാണ് നമ്മൾ 2-ാമത്തെ ലേഖനത്തിൽ വായിക്കുന്നത്. എന്താണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ, ത്രിയേകത്വത്തെ നിഷേധിക്കുന്ന ആത്മാവ് ആരാണോ അവരിലെല്ലാം വ്യാപരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു എന്നാണ് യോഹന്നാന്റെ 2-ാമത്തെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി ശാന്തമായിട്ട് അത് ചിന്തിച്ചാൽ മതിയാവും. അപ്പോൾ ദൈവവുമായിട്ടും യേശുക്രിസ്തുവുമായിട്ടും കൂട്ടായ്മ ഉണ്ടാകണം, വിശുദ്ധന്മാർ അന്യോന്യം കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ഇങ്ങനെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നത്. 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയാണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ വിവേചിച്ചറിഞ്ഞ് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നതെന്ന് മാത്രമല്ല, അവരെ വീട്ടിൽ പോലും കയറ്റരുത് എന്നാണ് 2-ാമത്തെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 3-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. 3-ാമത്തെ ലേഖനം എന്ന് പറയുന്നത് എന്താ പറയുമോ, ഹൊറിസോണ്ടൽ ഫെലോഷിപ്പിന്റെ ഡെപ്തിലേക്ക് വരിക. വിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മ ആചരിക്കുന്നതിന്റെ ഡെപ്ത് എന്താണ് എന്ന് ആണ് 3-ാമത്തെ ലേഖനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ലേഖനത്തിന്റെ പ്രതിപാദനം എന്ന് പറയുന്നത്
പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവിടെ വായിക്കുന്നത്, അവിടെ പഠിക്കുന്നത് എന്താ ചോദിച്ചാൽ, ആത്മാവ് ശുഭമായിരിക്കുന്നവരോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ആത്മാവ് ശുഭം അല്ലാത്തവരോട് കൂട്ടായ്മ ഉണ്ടാകാനേ പാടില്ല. അപ്പൊ രണ്ടാമത്തെ ലേഖനം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, വിശ്വാസികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുക, പ്രധാനമായിട്ടും രണ്ടായിട്ട്. അതായത് ശുഭമായ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് വരെ ഒരു ഗ്രൂപ്പ്, പിന്നെ അതുകൂടാതെ അന്യോന്യം കുറ്റം പറയുകയും സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുകയും ആത്മാവ് ശുഭം അല്ലാതിരിക്കുകയും, ആൾക്കാരൊന്നും പേര് പറയുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി, അങ്ങനെയുള്ളവരോട് കൂട്ടായ്മ ആചരിക്കരുത് എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, വിശുദ്ധന്മാരുടെ ഇടയിലും ഈ രണ്ട് ആത്മാക്കളും വ്യാപരിക്കുന്നുണ്ട്, സഭയ്ക്കകത്തും ഈ രണ്ട് ആത്മാക്കളും വ്യാപരിക്കുന്നുണ്ട്. ശുഭകരമായ ആത്മാവും വ്യാപരിക്കുന്നുണ്ട്, അല്ലാത്ത ആത്മാവും വ്യാപരിക്കുന്നുണ്ട്. അപ്പം അതിന് കുറച്ചുകൂടി എലാബറേറ്റ് എക്സ്പ്ലനേഷനാണ് മൂന്നാമത്തെ ലേഖനം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് യോഹന്നാൻ കൂട്ടായ്മയെ കുറിച്ച് തന്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. ഇത്രയും ഞാൻ ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അത് ഡെവലപ്പ് ചെയ്യാം. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങൾക്കൊക്കെ അത് ചിന്തിക്കാനായിട്ട് ഞാൻ വിട്ടുതരികയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് മടങ്ങി വരിക. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ദൈവവുമായിട്ടും യേശുക്രിസ്തുവുമായിട്ടും നമുക്ക് കൂട്ടായ്മ ബന്ധം ഉണ്ടാകണം. അപ്പൊ ദൈവവുമായിട്ടും യേശുക്രിസ്തുവുമായിട്ടും കൂട്ടായ്മ ബന്ധം ഉള്ളവർ ആ കൂട്ടായ്മയിലൂടെ ദൈവിക സ്വഭാവം നമ്മിൽ പ്രാപിച്ചെടുക്കണം. അപ്പൊ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ റിസൾട്ട്, ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവിക സ്വഭാവം നമ്മിൽ വെളിപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, നിന്റെ സ്നേഹിതൻ ആരാണെന്ന് എന്ന് പറയാവോ, നിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറയും, അല്ലെ? അപ്പം സ്നേഹിതൻ ആരാണെന്ന് അറിയാമെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അത് തന്നെയാണ് യോഹന്നാനും പറയുന്നത്, ദൈവവുമായിട്ടും യേശുക്രിസ്തുവുമായിട്ടും കൂട്ടായ്മ ബന്ധം. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. അത് നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, ആമോസിന്റെ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാനായിട്ട് കഴിയയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെ ഒക്കണമെങ്കിൽ കൂട്ടായ്മ ആചരിക്കണം. ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിച്ച് സഞ്ചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ രണ്ടുപേർ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യാറിയാമോ, സ്വഭാവങ്ങൾ പരസ്പരം ഇംപ്യൂട്ട് ചെയ്യപ്പെടാനായിട്ട് ഇടയായിത്തീരും. എന്റെ സ്വഭാവം ആ വ്യക്തിയിലേക്കും ആ വ്യക്തിയുടെ സ്വഭാവം എന്നിലേക്കും പരസ്പരം എന്ത് ചെയ്യാനായിട്ട് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവവുമായിട്ട് കൂട്ടായ്മ ബന്ധം ആചരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം ഒന്നും ദൈവത്തിലേക്ക് പകരപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്വഭാവവും ദൈവത്തിലേക്ക് പകരപ്പെടത്തില്ല, മറിച്ച് ദൈവത്തിന്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടും. ഇത് വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ മാർമിക രഹസ്യമാണ്. നമ്മൾ തന്നെ പറയാറില്ലേ, എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ പിടിക്കുന്നില്ല, പിന്നെ അത് ദൈവത്തിന് പിടിക്കുമോ? സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, ദൈവത്തിന്റെ സ്വഭാവം നമ്മിലേക്ക് ഇംപ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്വഭാവം ദൈവത്തിലേക്ക് ഇംപ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്കറിയാം, പാപമയമായ വീണ്ടെടുപ്പ് ആവശ്യമായ ഒരു ശരീരത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ രാഗമോഹങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഈ രാഗമോഹങ്ങളൊന്നും തമ്പുരാന്റെ അടുത്ത് ചെലവാകത്തുമില്ല, തമ്പുരാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും നമുക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മെ തന്നെ ഒരുക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മിലേക്കും പകരപ്പെടും. അപ്പോൾ ഇവിടെ നാം ഈ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ നിർമ്മലനായിരിക്കുന്നു, ദൈവം നിർമ്മലനായിരിക്കുന്നു, യേശുക്രിസ്തു നിർമ്മലനായിരിക്കുന്നു, അതുകൊണ്ട് നമ്മളും നിർമ്മലരായിരിക്കണം. സ്തോത്രം. ഇത് പുതിയ നിയമത്തിന്റെ ഉപദേശം മാത്രമല്ല, പഴയ നിയമത്തിന്റെ ഉപദേശം ഇത് തന്നെയാണ്. ദയവേത് നിങ്ങൾ എൻ്റെ കൂടെ ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് കടന്നു വരണം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 19 വേഴ്സ് 2. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്നാൽ,
നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. ബി ഹോളി ഫോർ ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആകുകയും. ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിന് 2-ാമത്തെ വാക്യം. വീട്ടിൽ പോയി നമ്മൾ വായിച്ചു നോക്കണം. ഒത്തിരി കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ വിശുദ്ധിയുടെ മാനദണ്ഡമായിട്ട് അവിടെ നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ അപ്പനെയും അമ്മയെ നീ ഭയപ്പെടണം, ശബത്തുകൾ ആചരിക്കണം, വിഗ്രഹാരാധന പാടില്ല, വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കരുത്, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കണം, യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കരുത്, തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം, വിശുദ്ധ മന്ദിരത്തോട് ഭയഭക്തി ഉള്ളവനായിരിക്കണം, പിന്നെ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും അവരുടെ അടുക്കൽ നിങ്ങൾ പോകരുത്, പ്രശ്നം വയ്ക്കാൻ പോകരുത്, പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ അന്യായം ചെയ്യരുത്, കച്ചവടം ചെയ്യുമ്പോൾ വ്യവസ്ഥാപിതമായിട്ട് കച്ചവടം ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ആത്മീകമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ശബത്തുകളെ ആചരിക്കണം, ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അതുകൂടാതെ ദൈവത്തിന്റെ ആലയത്തോട് ഭക്തിയുള്ളവരായിരിക്കണം, മന്ത്രവാദികളുടെ അരികിൽ പോകരുത്, ആഭിചാരകന്മാരുടെ അരികിൽ പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആത്മീക വിഷയങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുക, നീതിന്യായ കോടതികൾ ഉണ്ടാക്കുക, അതിനകത്ത് മുഖപക്ഷം കാണിക്കരുത്, അതുകൂടാതെ കച്ചവടത്തിൽ അന്യായം ചെയ്യും, ഇതൊക്കെ സോഷ്യൽ ആസ്പെക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ പല തരത്തിലാണ് ദൈവം ഡിമാൻഡ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പല തലങ്ങളിൽ നമ്മൾ അത് ചെയ്യണം എന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ വായിക്കുമ്പോൾ മാൻഡേറ്ററി ലോസും ഉണ്ട്, സെക്കൻഡറി ലോസും ഉണ്ട്. ആ സെക്കൻഡറി ലോസ് എന്ന് പറയുന്നത് പാലസ്തീനിൽ താമസിക്കാത്ത യഹൂദന്മാർക്ക് ബാധകമല്ല, പാലസ്തീന് പുറത്തുള്ളവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയാത്ത ലോസ് ഉണ്ട്. അങ്ങനെയാണ് സെക്കൻഡറി ലോസ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഉടനെ ചില പ്രത്യേക കാര്യങ്ങൾ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത്, പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും വിഷയങ്ങൾ ചേർത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ആ സമയം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ആ സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. അതിനാധാരമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ ആദ്യം എടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ എടുക്കുന്നതോടെ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ദൈവം മോശയോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ദൈവം മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി. ഈ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി മോശ അങ്ങോട്ട് ചെല്ലുക. മോശ അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞാൽ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകിയാൽ, വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകള എന്ന് ഒരു പ്രയോഗം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാണ്. അപ്പം ദൈവത്തോട് അടുക്കുന്നവനും വിശുദ്ധനായിരിക്കണം. അത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഞാൻ വേഗത്തിൽ ഒറ്റ വാക്കിൽ അങ്ങ് ഓർപ്പിക്കാം. ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ആ ഒരു ഡിമാൻഡ് ദൈവം എന്താണ് അവിടെ മോശയിലൂടെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ മോശയോട് ആവശ്യപ്പെട്ടതെന്ന് ഒറ്റ വാക്കിൽ പറയാം. ലെറ്റ് യുവർ ഗ്രൗണ്ട് ബി ഹോളി. നിന്റെ ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം, ഗ്രൗണ്ട് ഹോളി ആയിരിക്കണം. അത് ഈ മോഡേൺ ഏജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ലെറ്റ് യുവർ ഗ്രൗണ്ട് ബി ഹോളി ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുൻപാകെ, എനിക്കതിൽ അതിന്റെ കറക്റ്റും മലയാളം വാക്ക് അങ്ങോട്ട് പറയാനായിട്ട് ഒക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആശയം മനസ്സിലായി, അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗ്രൗണ്ട് ഹോളി ആയിരിക്കണം. ഇന്ന് യേസ് പറയുന്ന ആള് നാളെ നോ പറയാൻ പാടില്ല. നാളെ നോ പറയുന്ന ആളെ നാളെ കഴിഞ്ഞ് യേസ് ഓർ നോ പറയാൻ പാടില്ല. സ്തോത്രം. നമ്മൾ എടുക്കുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ദൈവം മുൻപാകെ എടുക്കുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ലെറ്റ് ഇറ്റ് ബി ഹോളി ഓൾവേസ്. അത് മോശയ്ക്ക് മനസ്സിലായി, അത് നന്നായിട്ട് മോശയ്ക്ക് മനസ്സിലായി. എടാ, ഇത്രയും നാളത്തെ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. എന്റെ ഗ്രൗണ്ട് ക്ലിയർ ആയെങ്കിൽ മാത്രമേ
എനിക്ക് ദൈവത്തോട് അടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. മോശ എന്ത് ചെയ്യുന്നത്? അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ഉത്തരവാദിത്വം ദൈവം മോശയുടെ മേൽ ഏൽപ്പിച്ചു കൊടുത്തേ. വലിയൊരു അഭിഷേകമാണ് മോശയുടെ മേൽ പകർന്നു കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഗ്രൗണ്ട് ക്ലിയർ ആകുവാണെങ്കിൽ നമ്മുടെ മേൽ ഒരു പ്രത്യേക അഭിഷേക ദൈവമായിരിക്കും. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയർ ആകുവാണെങ്കിലുണ്ടല്ലോ ദൈവം നമ്മുടെ മേൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയർ ആകുകയാണെങ്കിലുണ്ടല്ലോ ദൈവം നമ്മെ ഉയർത്തുവാൻ്റെ ഗുണം ഇടയായിത്തീരും. അത് ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ടും വളരെ അസന്നിഗ്ധമായിട്ടും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഓടിപ്പോവുക കേട്ടോ. ലെറ്റ് യുവർ ഗ്രൗണ്ട് ബി ഹോളി. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും സങ്കീർത്തനം 101-2 ഇവിടെ ചേർത്ത് നമ്മൾ പഠിക്കണം. പുറപ്പാട് പുസ്തകം 15-13 സങ്കീർത്തനം 101-2 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, ലെറ്റ് യുവർ ഹാബിറ്റേഷൻ ബി ഹോളി. നിന്റെ വീട് വിശുദ്ധമായിരിക്കണം, നിന്റെ നിവാസം വിശുദ്ധമായിരിക്കണം, നിന്റെ കൂടാരം വിശുദ്ധമായിരിക്കണം. അത് എടുത്ത് ഞാൻ പ്രസംഗിക്കുന്നില്ല. അതുപോലെയാണ് 101-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ വീട്ടിൽ ഞാൻ നിർമ്മല ഹൃദയത്തോടെ പെരുമാറുന്നു. കേട്ടോ, സ്തോത്രം. അപ്പം ഹാബിറ്റേഷൻ ഹോളി ആണെങ്കിൽ, നമ്മുടെ ടെന്റ് ഹോളി ആണെങ്കിൽ, നമ്മുടെ വീട് ഹോളി ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും. സ്തോത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ വീട് ക്ലിയർ ആയിരിക്കണമെങ്കിൽ, നമ്മുടെ വീട് വിശുദ്ധമായിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയം ശുദ്ധമല്ലാത്ത ഒരു വീട്ടിൽ എങ്ങനെയാ പാർക്കുന്നത് അല്ലേ? സ്തോത്രം. ഹൃദയ ശുദ്ധിയോടുകൂടെ പാർക്കുന്ന വീട്ടിലാണ് ദൈവത്തിന്റെ ഹാബിറ്റേഷൻ ഇറങ്ങി വരുവാൻ്റെ ഗുണം, ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം ഇറങ്ങി വരുവാൻ്റെ ഗുണം, ദൈവത്തിന്റെ ആത്മാവ് സമയം തീരുവാണ്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുവാൻ്റെ ഗുണം ഇടയായി തീരുന്നത് ദൈവത്തിന് സ്തോത്രം. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ, മൂന്നാമത്തെ കാര്യം നമ്മളത് ചിന്തിച്ചതാണ്, ലെറ്റ് യുവർ ഫെലോഷിപ്പ് ബി ഹോളി. അത് പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ലെറ്റ് യുവർ കോൺവോക്കേഷൻ, വിശുദ്ധ സഭായോഗം. നീ കൂടുന്ന വിശുദ്ധ സഭായോഗം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കണം. സ്തോത്രം. സഭായോഗം എന്ന് പറയുന്നത് കൂട്ടായ്മയാണല്ലോ. അപ്പം കൂട്ടായ്മയും സഭായോഗവും വളരെ വിലപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ ഓരോ സഭായോഗവും ഓരോ കൂടി വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഒരു സഭായോഗമാണ് കേട്ടോ, പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു സഭായോഗമായിട്ടാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഈ സഭായോഗം എന്ന് പറയുന്നത് ലെറ്റ് ദിസ് കോൺവോക്കേഷൻ ബി ഹോളി. അങ്ങനെ ഹോളി ആയിട്ടുള്ള ഒരു കോൺവോക്കേഷൻ ആയിട്ടാണ് നമ്മൾ കൂടി വരുന്നതെങ്കിൽ, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ ഇവിടെ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അല്ലേ? നമ്മൾ അതെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. നമ്മളൊരു ഹോളി കോൺവോക്കേഷൻ ആയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കെല്ലാം നമുക്ക് മറുപടി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. വലിയ വിടുതൽ അതിന്മേൽ വെളിപ്പെടുവാൻ്റെ ഗുണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇത് കൂടാതെ ലേവ്യ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും യെഹെസ്കേൽ പ്രവചനം 22-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും കുറിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഒന്നുകൂടി പറയാം. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് അറിയാമോ? ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. സ്തോത്രം. ഒരു ഡിസേണിങ് പവർ ഉണ്ടായിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഭൗതികമായിട്ട് ജീവിക്കുന്നത് ഈ ശുദ്ധവും അശുദ്ധവും എന്ന് കണ്ടാൽ നമുക്കറിയാം അല്ലെ? വഴിയിൽ ഒരു മാമ്പഴം കിടന്നാൽ നമുക്കറിയാം അത് മാമ്പഴമാണ് അല്ലെ? അതേസമയം ഏതെങ്കിലും ജീവിയുടെ കാഷ്ടം കിടക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് കാഷ്ടമാണെന്ന് അറിയാം. എന്താണ്? നമുക്കത് ഡിസേൺ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ? ഇത് ഭൗതികമായിട്ടുള്ള കാര്യമാണ്. അപ്പം ശുദ്ധവും അശുദ്ധവും പിന്നെ മലിനവും നിർമ്മലവും. അപ്പം ഭൗതിക വിഷയത്തിൽ ഇത് നിർമ്മലമാണ്, ഇത് മലിനമാണ്. നമ്മൾ ബിസ്ക്കറ്റ് താഴെ പോകുന്നു, പറയും എടുത്ത് കഴിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ വിലക്കും. എന്താ കാര്യം എന്ന് അറിയാമോ? താഴെ വീണ് അത് അശുദ്ധമായി. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഭൗതിക വിഷയത്തില് നമ്മൾ നിർമ്മലവും അശുദ്ധവും അല്ലെങ്കിൽ നിർമ്മലവും തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ആത്മീക വിഷയത്തിലൂടെ ഇത് നമ്മളുണ്ടാകും. ആത്മീയത്തിലൂടെ ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക്
കടന്നു വരുവാനായിട്ട് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, പീറ്റർ 1:15. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ഹോളി. നമ്മുടെ സംസാരം, നമ്മുടെ കോൺവെർസേഷൻ എപ്പോഴും വിശുദ്ധമായിരിക്കണം. അപ്പൊ ഇങ്ങനെ നാം വിശുദ്ധി, ദൈവത്തിന്റെ വിശുദ്ധി നമ്മിലേക്ക് പകരപ്പെടും, ദൈവത്തിന്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടും. ഇങ്ങനെ പകരപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നറിയാമോ? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 52-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ വിശുദ്ധിയോട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ we will see our God face to face. നമ്മുടെ ദൈവത്തെ നമ്മൾ മുഖാമുഖമായി കാണും. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. കർത്താവിനെ മുഖാമുഖമായി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ കാര്യങ്ങൾ ഇനി ഒന്നുകൂടെ ആവർത്തിക്കാൻ സമയം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ someday we will see him face to face. Someday we will see his face in glory. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. എനിക്കറിയാം ഞാൻ സമയം അല്പം കൂടുതൽ എടുത്തു. ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസ്ഥ ഒരുക്കുന്ന എല്ലാവർക്കും, ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും, എന്നെ കേട്ടുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് കേൾപ്പാനിടയായി. പ്രാരംഭത്തിൽ ഓർപ്പിച്ച എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം, ഈ കാലഘട്ടത്തിന് വേണ്ട ഒരു സന്ദേശം. പ്രത്യേകിച്ച് ഞാൻ ദേവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച ഒരു വാക്കിനോട് ഞാൻ യോജിക്കുന്നു. ഈ നമ്മളെത്തി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊന്നും ആരും പ്രസംഗിക്കുന്നില്ല. എല്ലാം വിടുതൽ, ബ്ലെസ്സിങ്, ഡെലിവറൻസ്, ഇതൊക്കെയാണ് പല മെസ്സേജിൻ്റെയും അകത്ത്. എന്നാൽ ഇടയ്ക്ക് അവൻ്റെ വരവിനെ കുറിച്ച് ഓർമ്മിച്ചുണർ നമുക്കൊന്നൊരുങ്ങാനും വിശുദ്ധി വളരെ വലിയൊരു ഘടകമാണ്. വിശുദ്ധന്മാരെ ചേർക്കാനും എത്ര പേർ വിശ്വസിക്കുന്നു? ഈ കാണുന്ന കോമാളിത്തരം കാണിക്കുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ബിയാറ്റിറ്റ്യൂഡ്സ് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കർത്താവിൻ്റെ ദാസൻ നൽകി തന്നു. ദൈവദാസനോടുള്ള വിശേഷാൽ നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം. എവിടെയൊക്കെയാണ് വിശുദ്ധി വേണ്ടതെന്ന് വളരെ പോയിന്റ് അക്കമിട്ട് പറഞ്ഞു. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയർ ആയിരിക്കണം, നമ്മുടെ വീട് ക്ലിയർ ആയിരിക്കണം, അർത്ഥാൽ ഹൃദയം ക്ലിയർ ആയിരിക്കണം, നമ്മുടെ കൂട്ടായ്മ ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ആത്മീയത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല നമ്മുടെ സംസാരം, ഞാൻ അതിൻ്റെ കൂടെ 1-2 വാക്കുകൂടെ അങ്ങ് ചേർക്കുകയാണ്. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, എല്ലാത്തിലും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമുക്ക് അവനോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടണമെങ്കിൽ ഈ വിശുദ്ധിയിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ. അതിനായി നമുക്കൊരുങ്ങാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിയ വർഗീസ് പാസ്റ്റർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു ഐലൻഡിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. അദ്ദേഹം പ്രിയ ദേവദാസൻ മീറ്റിങ്ങിലുണ്ട്. തുടർന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകള്, ദിവ്യ വചനങ്ങള്, ഗാനങ്ങളൊക്കെയും പാടി രാത്രികാലം ദൈവത്തെ മോദപ്പെടുത്തുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തല്ലോ. കേൾപ്പിച്ചായ നല്ല ആത്മീയ ആലോചനകൾക്കായി ദൈവത്തെ മോദപ്പെടുത്താം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങെ വീണ്ടും വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. കർത്താവെ, ഈ 2025 ആരംഭ മാസക്കാലം പ്രാർത്ഥനാ ദുനിയയുടെ മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി വന്ന് ദൈവത്തെ മോത്തപ്പെടുത്തുവാൻ തക്കോണം സ്വർഗോർന്നിരിക്കുക നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ ആമേൻ സമയം കണ്ടെത്തി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, അനവധി വിഷയങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിനായി വെച്ചല്ലോ.
അതെ, ഞങ്ങൾ ഈ ദിനങ്ങളിൽ വരും ദിനങ്ങളിൽ ഞങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി കാണുവാൻ വലിയവനാ ദൈവം അവിടുന്ന് കരുണ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാധുനി മീറ്റിംഗ് ദേശത്ത് അനുഗ്രഹമായി തീരുവാൻ, അനേക വ്യക്തികളുടെ ജീവിതത്തിൽ അത് ചൈതന്യം പകരുവാൻ, ആത്മീയ വെളിച്ചത്തിലേക്ക് അവരെ നയിപ്പാൻ തക്കവണ്ണം വലിയവനാ ദൈവമേ അവിടുന്ന് കരുണ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ദൈവത്തിനെ സൃഷ്ടിച്ച ഞങ്ങളുടെ ഭൃത്യനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളെ ഇന്ന് രാത്രി കാലം അറിയിപ്പാൻ തക്കണം. ഈ കാലഘട്ടത്തില് ഈ തലമുറയ്ക്ക് വേണ്ടുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കൊടുക്കുവാൻ തക്കണം. ഞങ്ങളുടെ ഭൃത്യയോടെ ബലപ്പെടുത്തിയല്ലോ. അത് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നാളെ ക്ലിയർ ആക്കിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഓടുവാൻ, അധ്വാനിപ്പാൻ ഞങ്ങളുടെ പാതകളൊക്കെയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് വെക്കുവാൻ തക്കണം. ദൈവമേ അവിടുന്ന് കരുണ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു കർത്താവെ. ഒരു പ്രാവശ്യം കൂടി ഈ മീറ്റിങ്ങിനെ സമർപ്പിക്കുന്നു. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ സഹായിക്കണമേ. കൃപ കൂടെ ഇരുന്നാട്ട് വീണ്ടും ഞങ്ങൾ തിരികിതമെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും കടന്നു വന്ന് ദൈവത്തെ മോത്തപ്പെടുത്തുവാൻ വലിയവനാ ദൈവം അവിടുന്ന് കരുണ ചെയ്യുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നടത്തിക്കാട്ട പ്രാർത്ഥനയാചനം കിടതയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ഇന്നും വന്നേക്കും എല്ലായ്പ്പോഴും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ട ഭൂലോകത്തുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും ഇന്ന് രാത്രികാലം ഇന്ന് മുതലെപ്പോഴും കർത്താവിന്റെ വരവോളം എന്നെപ്പോഴും കർത്താവിന്റെ കൃപ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരങ്ങൾ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തറവാട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഐലൻഡിലായതുകൊണ്ട് ക്യാമറ ഇല്ലാത്ത ഫോൺ